തെലങ്കാന രാഷ്ട്രീയത്തിലെ അതികായനാണ് കെ ചന്ദ്രശേഖർ റാവു എന്ന KCR. തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് രൂപീകരിച്ചതാണ് TRS. പിന്നീട് പേര് BRS എന്നാക്കി. കോൺഗ്രസിലൂടെ രാഷ്ട്രീയം ആരംഭിച്ച KCR തെലുങ്കു ദേശത്തിലൂടെ കടന്നാണ് സ്വന്തം പാർട്ടിയായ ഭാരത് രാഷ്ട്ര സമിതി എന്ന BRS കെട്ടിപ്പടുത്തത്. തെലങ്കാന രൂപീകരിച്ച ശേഷം 2014 നടന്ന തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി റാവുവും അദ്ദേഹത്തിന്റെ BRSും അധികാരം പിടിച്ചെടുത്തു. 2019 അവർ ആ വിജയം ആവർത്തിച്ചു. ആദ്യ 2 തിരഞ്ഞെടുപ്പുകളിലും മകൻ KT രാമറാവു അച്ഛൻ KCRനൊപ്പം മന്ത്രിസഭയിൽ സജീവമായിരുന്നു. ഇക്കാലത്ത് അമേരിക്കയിലായിരുന്ന മകൾ കവിത നാട്ടിൽ തിരിച്ചെത്തി രാഷ്ട്രീയത്തിൽ സജീവമായി. രാജ്യസഭയിലേക്ക് കവിത തിരഞ്ഞെടുക്കപ്പെട്ടതോടെ അവർ BSRന്റെ മറ്റൊരു അധികാര കേന്ദ്രമായി മാറി. 2023 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BRS കോൺഗ്രസിനോട് തോറ്റു തുന്നമ്പാടി. രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി. അധികാരം നഷ്ടമായതോടെ KCR കുടുംബത്തിൽപ്പെട്ടവർ നിരവധി അഴിമതി കേസുകളിൽ പ്രതികളായി. ഡൽഹി മദ്യനയ കേസിൽ കവിത മാസങ്ങളോളം ജയിലിൽ കിടന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ ഒറ്റപ്പെടുത്തി കേസിൽ നിന്ന് തടിയൂരാൻ ചന്ദ്രശേഖർ റാവുവും മകൻ KT രാമറാവുവും ശ്രമിച്ചെന്നാണ് കവിതയുടെ ആരോപണം. രോഗിയും വൃദ്ധനുമായ ചന്ദ്രശേഖർ റാവു പൊതുവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. തെലങ്കാനയിൽ ആങ്ങളെയും പെങ്ങളെയും തമ്മിലാണ് അധികാര യുദ്ധമെങ്കിൽ സമാന സാഹചര്യമാണ് തൊട്ടയൽവക്കത്തും. വിഭജനത്തിന് മുമ്പുള്ള ആന്ധ്രയിലെ ശക്തനായ കോൺഗ്രസ് നേതാവായിരുന്നു YSR എന്നറിയപ്പെട്ട YS രാജശേഖര റെഡ്ഡി. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തൂത്തെറിയപ്പെട്ടപ്പോൾ കോട്ട പോലെ പാർട്ടിയെ പിടിച്ചു നിർത്തിയത് YSR ആണ്. 2004 നടന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മിന്നും ജയം നേടി YSR മുഖ്യമന്ത്രിയായി. 2009 ഹെലികോപ്റ്റർ അപകടത്തിൽ YSR കൊല്ലപ്പെട്ടതോടെ കുടുംബത്തിന് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന സ്വാധീനം പാടെ പോയി. കോൺഗ്രസ് ഹൈക്കമാൻഡ് YSRന്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ മുഖ്യമന്ത്രി മോഹം വകവെച്ചു കൊടുത്തില്ല. ജഗനെയും അമ്മ വിജയമ്മയെയും കാണാൻ പോലും സോണിയാഗാന്ധി തയ്യാറാകാതെ വന്നതോടെ ജഗനും അമ്മയും സഹോദരി ശർമ്മലയും ചേർന്ന് YSR കോൺഗ്രസ് പാർട്ടിക്ക് 2011 രൂപം കൊടുത്തു. കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ചതിന്റെ പ്രതികാരം എന്നോണം അന്ന് അധികാരത്തിലുണ്ടായിരുന്ന UPA സർക്കാർ നിരവധി CBI ED കേസുകളിൽ ജഗനെ കുരുക്കി. അഴിമതി കേസുകളിൽ ജഗൻ ജയിലിൽ കിടന്നപ്പോൾ ആന്ധ്ര മുഴുവൻ സഞ്ചരിച്ച് YSR കോൺഗ്രസ് പാർട്ടി കെട്ടിപ്പടുത്തത് അമ്മ വിജയമ്മയും പെങ്ങൾ ശർമ്മലയുമായിരുന്നു. 2019 തിരഞ്ഞെടുപ്പിൽ തെലുങ്കുദേശം പാർട്ടിയെ തൂത്തെറിഞ്ഞ് ജഗന്റെ പാർട്ടി തകർപ്പൻ വിജയം നേടി. കോൺഗ്രസിന്റെ പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ജഗൻ മുഖ്യമന്ത്രി ആയതോടെ അമ്മയും പെങ്ങളും തമ്മിൽ അധികാരത്തെ ചൊല്ലി കലഹമായി. ഇതോടെ രണ്ടുപേരെയും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ജഗൻ അകറ്റി. ശർമ്മള മുഖ്യമന്ത്രിക്കെതിരെ പോർവിളിയും വിമത പരിപാടികളും തുടങ്ങി. ശർമ്മള പതുക്കെ തന്റെ തട്ടകം തെലങ്കാനയിലേക്ക് മാറ്റിയെങ്കിലും ക്ലച്ച് പിടിച്ചില്ല. 2023 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും ശർമ്മളയുടെ പാർട്ടി പച്ച തൊട്ടതുമില്ല. തന്നെ ഒരു തരത്തിലും ആന്ധ്ര രാഷ്ട്രീയത്തിൽ അടുപ്പിക്കാതിരുന്ന സഹോദരൻ ജഗന് ഒരു പണി കൊടുക്കാൻ എന്ന വണ്ണം ശർമ്മള തന്റെ പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ചു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ YS ശർമ്മളയെ ആന്ധ്ര PCC പ്രസിഡന്റായി നിയമിച്ചു. അങ്ങനെ അച്ഛൻ്റെ പേരിൽ മക്കൾ ആരംഭിച്ച പാർട്ടി അടിച്ചു പിരിഞ്ഞ് YSRന്റെ 2 മക്കൾ തമ്മിൽ പോരുകോഴികളെ പോലെ ഏറ്റുമുട്ടുന്നു. ഇതേ ആന്ധ്രയിൽ 80കളിൽ കോൺഗ്രസിന്റെ അപ്രമാദിത്വം തീർക്കാൻ തെലുങ്ക് സിനിമയിലെ സൂപ്പർ സ്റ്റാറായിരുന്ന NT രാമറാവു രൂപം കൊടുത്ത തെലുങ്കുദേശം പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റായി മാറി. NTRന്റെ രഥയാത്രകൾ ഒരു പുതിയ അനുഭവമായിരുന്നു. 1983 നടന്ന തിരഞ്ഞെടുപ്പിൽ NTRന്റെ പാർട്ടി ഭൂരിപക്ഷം നേടി. 1989 അധികാരത്തിൽ നിന്ന് പുറത്തായ NTR 1994 നടന്ന തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി തിരിച്ചു വന്നു. NTRന്റെ 2ാം ഭാര്യയായ ലക്ഷ്മി പാർവതി പാർട്ടിയിൽ ഇടപെടാൻ തുടങ്ങിയതോടെ മന്ത്രിയും NTRന്റെ മരുമകനുമായ ചന്ദ്രബാബു നായിഡു ഒരു സംഘം MLAമാരുടെ സഹായത്തോടെ ഭാര്യാപിതാവായ NTRനെ അട്ടിമറിച്ച് മുഖ്യമന്ത്രിയായി. പിന്നാലെ NTR രോഗിയായി ആദ്യം രാഷ്ട്രീയത്തിൽ നിന്നും പിന്നെ ജീവിതത്തിൽ നിന്നും വിരമിച്ചു. പാർട്ടിയും അധികാരവും പൂർണ്ണമായി ചന്ദ്രബാബുവിൻ്റെ കൈപ്പിടിയിലായി. പിന്നെ ഏറെക്കാലം അധികാരത്തിന് പുറത്തുനിന്ന ചന്ദ്രബാബു 2024 വീണ്ടും മുഖ്യമന്ത്രി കസേരയിലെത്തി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രാദേശിക പാർട്ടികളിലൊന്നാണ് തമിഴ്നാട്ടിൽ 1949 CN അണ്ണാദുരൈ സ്ഥാപിച്ച ദ്രാവിഡ മുന്നേറ്റ കഴകം. 2 പ്രധാന നേതാക്കളായ MG രാമചന്ദ്രനും അതായത് MGRും M കരുണാനിധിയും തമ്മിലുള്ള കലഹം 1973 പാർട്ടിയെ പിളർപ്പിലേക്ക് എത്തിച്ചു. MGR ഓൾ ഇന്ത്യ അണ്ണാ DMK AIADMK എന്ന പാർട്ടിക്ക് രൂപം കൊടുത്തു. 1977 മുതൽ 87 കാലത്ത് മുഖ്യമന്ത്രിയായി. MGRന്റെ മരണത്തോടെ ഭാര്യ ജാനകിയും പാർട്ടിയുടെ പ്രൊപ്പഗാൻഡ സെക്രട്ടറിയും നടിയുമായിരുന്ന ജയലളിതയും തമ്മിൽ അധികാര വടംവലി തുടങ്ങി. ജാനകിയുടെ മരണത്തോടെ അണ്ണാ DMK പൂർണ്ണമായി ജയലളിതയുടെ കൈപ്പിടിയിലായി. MGRുമായി തെറ്റിപ്പിരിഞ്ഞ കരുണാനിധി 1987 ശേഷം പലവട്ടം തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നു. 3 വിവാഹങ്ങളിലായി 6 മക്കളുണ്ട്.
പാർട്ടിക്കുള്ളിലെ അധികാരത്തെ ചൊല്ലി കരുണാനിധി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ മൂത്ത മകൻ MK അഴഗിരിയും MK സ്റ്റാലിനും തമ്മിൽ ഏറ്റുമുട്ടലുകളായി. കരുണാനിധിയുടെ മരണത്തോടെ പാർട്ടിയുടെ നിയന്ത്രണം സ്റ്റാലിന്റെ കയ്യിലെത്തി. സജീവ രാഷ്ട്രീയത്തിലുള്ള സഹോദരി കനിമൊഴി നിലവിൽ ലോക്സഭാ അംഗമാണ്. കുടുംബത്തിൽ പൊട്ടിത്തെറിക്കുള്ള സാധ്യത മുന്നിൽ കണ്ട് സ്റ്റാലിൻ തന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി അവരോധിച്ചു കഴിഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി നേതാവായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ലാലു പ്രസാദ് യാദവ് 90കളുടെ തുടക്കത്തിൽ ബീഹാറിലെ കരുത്തനായി. പലവട്ടം മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ ലാലു അഴിമതി കേസിൽ പ്രതിയായി ജയിലിൽ കിടന്നപ്പോൾ സ്വന്തം പാർട്ടിയായ രാഷ്ട്രീയ ജനതാദളിന്റെയും സർക്കാരിന്റെയും കടിഞ്ഞാൻ ഭാര്യ റാബ്രി ദേവിയെ ഏൽപ്പിച്ചു. അധികാരം പിടിക്കാൻ ശ്രമിച്ച ഭാര്യ സഹോദരൻ പപ്പു യാദവിനെ പുറത്താക്കി. പാർട്ടി ചുമതലകൾ മൂത്ത മകൻ തേജ്സ്വി യാദവിനെ ഏൽപ്പിച്ചു. മറ്റൊരു മകനായ തേജ് പ്രതാപ് യാദവിനെ കഴിഞ്ഞ ദിവസം സ്വഭാവ ദൂഷ്യം ആരോപിച്ച് വീട്ടിൽ നിന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഉത്തർപ്രദേശിലെ അതികായനായ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു മുലായം സിംഗ്. ഇദ്ദേഹം രൂപം കൊടുത്ത സമാജ്വാദി പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണം മകൻ അഖിലേഷ് യാദവിന് കൈമാറിയതിൽ പ്രതിഷേധിച്ച് മുലായമിന്റെ സഹോദരന്മാർ അഖിലേഷിനെതിരെ കൊട്ടാര വിപ്ലവം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. മുലായമിന്റെ മറ്റൊരു മകന്റെ ഭാര്യ അപർണ യാദവ് പാർട്ടി വിട്ട് BJPയിൽ ചേർന്നെങ്കിലും കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. 1964 രൂപീകരിച്ച കേരള കോൺഗ്രസ് നിരവധി പിളർപ്പുകളെ അതിജീവിച്ച് 2 മുന്നണികളിലുമായി 6-7 പാർട്ടികളായി നിലനിൽക്കുന്നുണ്ട്. മുൻകാല നേതാക്കളുടെ മക്കളാണ് ഇപ്പോൾ മിക്ക പാർട്ടികളും നയിക്കുന്നത്. KM മാണിയുടെ പേരിലുള്ള കേരള കോൺഗ്രസ് ആണ് നിലവിൽ ഏറ്റവും ശക്തം. പിണറായി മന്ത്രിസഭയിൽ പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനവും 5 MLA-മാരും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് രാജ്യസഭാ അംഗത്വവുമുണ്ട്. ജോസിന്റെ സഹോദരി ഭർത്താവും മുൻ IAS-കാരനുമായ MP ജോസഫ് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. മറ്റൊരു കേരള കോൺഗ്രസ് ഗ്രൂപ്പായിരുന്ന ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയിൽ അദ്ദേഹവും മകൻ ഗണേഷ് കുമാറും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടിയത് കേരള രാഷ്ട്രീയത്തിൽ പുതുമയുള്ള സംഭവമായിരുന്നു. ഒടുവിൽ 2 പേരും തമ്മിൽ യോജിച്ച് നീങ്ങിയതും ശ്രദ്ധേയമായിരുന്നു. പാർട്ടിയിൽ സ്ഥാനം കിട്ടാത്തതിന്റെ പേരിൽ ഗണേശും സഹോദരി ഉഷ മോഹൻദാസും തമ്മിൽ കലഹമുണ്ടായതും കേരളത്തിലെ കുടുംബ പാർട്ടിയിലെ മറ്റൊരു മക്കൾ പോരായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.